അഞ്ചാമത്തെ രാത്രി വീണ്ടും ദേവിക്ക് ഒരു കത്തെഴുതി. ഇളം റോസ് നിറത്തിലുള്ള ഒരു വലിയ ലെറ്റർ പാഡ് ദേവിക്ക് കത്തെഴുതാൻ വേണ്ടി മാത്രം ഞാൻ വാങ്ങിച്ചു. മറുപടി ഒമ്പതാമത്തേത്. എട്ടും പിച്ചു ചീന്തി അവ മുറിയുടെ മൂലയിൽ കിടക്കുന്നു. ഒമ്പതാമത്തേത്. പ്രിയപ്പെട്ട ദേവി, അപ്രതീക്ഷിതമായ ഒരു അനുഗ്രഹമായി എൻ്റെ അടുത്തേക്ക് വന്ന ദേവിയുടെ കത്തുകൾ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. ശാശ്വതമായി മടക്കി അയക്കുന്നില്ല. പുരുഷത്വമല്ലായിരിക്കാം, എന്നാലും സാരമില്ല. പക്ഷേ മടക്കി ചോദിക്കുന്നത് സ്ത്രീത്വമാണല്ലോ. ദേവി, എനിക്ക് മാപ്പ് നൽകൂ. മറുപടി അയക്കാൻ താമസിച്ചു പോയി. മറന്നിട്ടല്ല, എഴുതാഞ്ഞിട്ടുമല്ല. ഒരാറേഴെണ്ണം ഞാൻ എഴുതി. ഹൃദയം കുറേ അധികം കടലാസിൽ പകർന്നു പോയി എന്ന് ഭയപ്പെട്ടു. കീറി ചെറിയ തുണ്ടുകളാക്കി മുറിയിലിട്ടു. എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് സരസ്വതി ദേവിയെ ഇഷ്ടമാണ്, ബഹുമാനവുമുണ്ട്. ദേവി ഒരു നല്ല സ്ത്രീയാണെന്ന് ഞാൻ കരുതുന്നു. ദേവി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ? ഭംഗിവാക്കു പറഞ്ഞതായിരിക്കും. എഴുതി വച്ചിരിക്കുന്ന കഥകൾ ഇങ്ങോട്ട് അയക്കണം. ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് എഴുതുന്നത്. സമയം രാത്രി 3 മണി കഴിഞ്ഞു കാണും. പുലർച്ചയ്ക്കിനി അധികം സമയമില്ല. ഈ എഴുത്ത് എഴുതിക്കഴിഞ്ഞ് വെളുപ്പിനെ അഞ്ചൽ ഓഫീസിൽ കൊണ്ടു ചെന്നിട്ടിട്ട് കുറേ ചായയും കൂടി കുടിച്ച് വന്ന് കിടക്കും. എൻ്റെ സ്ഥിരമായ മേൽവിലാസം മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോകുന്നതുവരെ മേൽവിലാസം ഇതുതന്നെ. ദേവി പറഞ്ഞിരുന്ന ആ പുസ്തകത്തിന് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെങ്ങാനും ഉണ്ടെങ്കിൽ കിട്ടും. ഇവിടങ്ങളിലുള്ള പുസ്തകശാലകളിലൊക്കെ ഞാൻ ചോദിച്ചു. ആ ഇനത്തിൽപ്പെട്ടതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞിരുന്ന തർജ്ജമകളുടെ കാര്യം മറക്കരുത്. വിശ്രമ സമയം അതിനായി ഉപയോഗിക്കുവാനാണ് അപേക്ഷ. ദേവി ഒരു തർജ്ജമക്കാരിയായി കാണുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അനുഭവങ്ങൾ ദേവിക്കുമില്ലേ? അതെല്ലാം സ്വതന്ത്രങ്ങളായ കലാസൃഷ്ടികളായി രൂപപ്പെടുത്തി പ്രകാശിപ്പിക്കുക. ഞാൻ വിജയം നേരുന്നു. വെറും ഭംഗിവാക്കല്ല, ഹൃദയപൂർവ്വമായ ആശംസ ദേവി സ്വീകരിക്കണം. മനസ്സിൽ ഒരാശയം കിടക്കട്ടെ. എന്താണെന്നോ? ദേവി ഒരു നോവൽ എഴുതണം. ദേവിയുടെ ആത്മകഥ. എല്ലാ അനുഭവങ്ങളും, എല്ലാ പ്രതീക്ഷകളും, വീഴ്ചകളും, സ്വപ്നങ്ങളും എല്ലാം അതിൽ നിഴലിക്കണം. ഞാൻ പറയുന്നത് ദേവിയുടെ ആത്മകഥ എന്ന മട്ടിലല്ല, ഒരു നായർ യുവതിയുടേതെന്നു മാത്രം. 2 നായർ കുടുംബങ്ങളുടെ സജീവ ചിത്രമായി വരണം. എല്ലാ വിഷമപ്രശ്നങ്ങളും അതിലുണ്ടാവട്ടെ. പക്ഷേ ജനങ്ങളിൽ സന്മാർഗബോധം ഉണ്ടാക്കുകയാണ് കലയുടെ ലക്ഷ്യം എന്നുള്ള വിശ്വാസത്തോടെ മാത്രം ആയിരിക്കരുത് അതിൻ്റെ രചന. ദേവിക്ക് പറയാനുള്ളത് ഒരു കഥയാണ്. അതിൽ എല്ലാം വരുമെന്ന് മാത്രം. ഇത് സംബന്ധമായി എനിക്ക് പലതും ദേവിയോട് പറയാനുണ്ട്. അത് ഇനി തമ്മിൽ കാണുമ്പോൾ ആയിക്കൊള്ളാം. ദേവി ഋഷിനാടിൻ്റെ ഉദ്ധാരകൻ്റെ ആത്മകഥ എനിക്ക് വേണ്ട. ദേവിയുടെ നാമത്താൽ പങ്കിലമാകുന്നതുകൊണ്ടല്ല. പങ്കിലമാകുന്ന ഭാഗം കടലാസ് കീറി അയച്ചാൽ മതിയല്ലോ. പക്ഷേ ഒന്നും കൂടാതെ ദേവിയെ ഓർമ്മിക്കുവാൻ എനിക്ക് കഴിയും. ഒരു രസം കേൾക്കണോ? എല്ലാം മടക്കി അയക്കണമെന്നുള്ള കർശന ഉത്തരവും വഹിച്ചു വന്ന 2ാമത്തെ കത്ത് വായിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. പരിപൂർണ ദേഷ്യമല്ല, കുറേ സങ്കടവും മറ്റും കലർന്ന സുന്ദരമായ ദേഷ്യം. ഞാൻ വിചാരിച്ചു, ഓ, ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ ഒരു ഹൈന്ദവ യുവതിയുടെ പരിപാവനങ്ങളായ കത്തുകൾ ഇരിക്കുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ലായിരിക്കും. എന്നാൽ അങ്ങയച്ചു കൊടുക്കാം. എന്നിട്ട് ചെന്ന് ഒരു പുതിയ ഗ്രാമഫോൺ റെക്കോർഡ് വാങ്ങിച്ച് അതിൽ രേഖപ്പെടുത്തി എ സാഡ് സ്വീറ്റ് പോയം. അങ്ങനെ ഇവിടെ വന്നു. ഗ്രാമഫോണിൽ പാടിച്ചു നോക്കി. നല്ല 2 പാട്ടുകൾ. പാടുന്നത് അനുഗ്രഹീതനായ പങ്കജ് മല്ലിക്. ഒരു മുസ്ലിമിൻ്റെ കവിത. വിഷാദവും മധുരവുമുണ്ട്. മനസ്സിൽ തങ്ങുന്നവയുമാണ്. ജബ് ഝാൻ മേരാ നിക്കല. മറുവശം ജിസെ മേരി യാദ്ന ആയേ. ഇങ്ങനെ 2 പാട്ടുകൾ. എൻ്റെ പൂനിലാവ് ഉദിച്ചപ്പോൾ അവൾക്ക് എൻ്റെ ഓർമ്മ ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഗാനങ്ങൾ മിക്കപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. ഇനിയും എന്തൊക്കെയോ എഴുതാനുണ്ടെന്ന് തോന്നുന്നു. ദേവിയുടെ ചെറുകഥ അയക്കണേ. ദേവി മറുപടി വേഗം അയക്കണം. പകരം വീട്ടാൻ താമസിപ്പിക്കരുത്. മഹാദേശിക്കാരിയാണെന്ന് തോന്നുന്നു. അന്ന് രാത്രി എന്തിനാണത്ര ക്ഷോഭിച്ചത്? ഞാൻ പറഞ്ഞ സമാധാനം ദേവിക്ക് സത്യമായി തോന്നിയില്ലേ? ഒരു ലേബലും ഒട്ടിക്കാത്ത ഒരു കലാകാരനാണ് ഞാൻ, മറ്റൊന്നുമല്ല. ദേവി ഇത് വിശ്വസിക്കണം. ദേവി നേരെ പുലരാറായി. ഓരോ വാക്യങ്ങളുടെയും മുന്നിൽ ഞാൻ ചുമ്മാ ഇരുന്നു പോയിട്ടുണ്ട്. ദേവിയെ പറ്റിയുള്ള സ്മരണ എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് വിചാരിക്കണം. ദേവി ഇപ്പോൾ ഉണർന്നു കാണുമോ? ഞാൻ ഏതായാലും ഇനി ഉറങ്ങുന്നില്ല. മറുപടി വേഗം അയക്കണം. ഞാൻ പ്രതീക്ഷിക്കുന്നു. ദേവിക്ക് മനസ്സിനും ശരീരത്തിനും സൗഖ്യം. ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം. അയച്ച കത്തിന് മറുപടി കിട്ടിയില്ല. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം വഴിക്ക് ഞാൻ ദേവിയെ കണ്ടു. എഴുത്ത് കിട്ടിയില്ലേ? ഞാൻ ചോദിച്ചു. കിട്ടി എന്ന് മാത്രം പറഞ്ഞു. വേറെ വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നതിനാൽ അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ദേവിയുടെ സഹോദരൻ ദേവിയുടെ കഥയുമായി വന്നു. ഞാൻ വിചാരിച്ചു മറുപടി ആയിരിക്കും. പക്ഷേ കഥ എൻ്റെ ഒരു കഥയുടെ ശുഷ്കമായ ഒരു അനുകരണം. യാതൊരു വികാരവും അനുഭവവും ഇല്ലാത്തത്. വിഷാദമധുരമായ മോഹനകാവ്യം എന്ന വാക്യം ഇടയ്ക്കുണ്ട്. ചേട്ടത്തി പറഞ്ഞു ഇന്ന് തന്നെ കറക്റ്റ് ചെയ്ത് തരണമെന്ന്. കറക്റ്റ് ചെയ്യാനൊന്നുമില്ല. ഇന്ന് തന്നെ എന്തിന്?
എവിടെയോ അയച്ചു കൊടുക്കാനാണ്. വല്ല ചെറുകഥാ മത്സരത്തിനുമാണെങ്കിൽ ഇത് അയക്കരുത്. ഞാൻ വേറൊന്ന് എഴുതി തരാം, പകർത്തി അയച്ചേക്കൂ. ഇത് നന്നായിട്ടില്ല എന്നൊരു കുറിപ്പ് എഴുതി കൊടുത്തയച്ചു. അത് ദേവിയെ വളരെ വേദനിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അന്ന് സന്ധ്യയ്ക്ക് ദേവിയെ കണ്ടു. ദേവി ചോദിച്ചു, എൻ്റെ കഥ നന്നായില്ലേ? വളരെ സങ്കടത്തോടെയാണ്. അനുഭവം വെച്ചുകൊണ്ട് വേണം എഴുതാൻ. എന്നാൽ അതിങ്ങ് തന്നേക്കൂ, കീറിക്കളഞ്ഞോളാം. അത് വേണ്ട. കഥ എവിടെ അയക്കാനാണ്? പറഞ്ഞില്ല. ഞാനൊരു പുതിയ കഥ എഴുതി പകുതിയാക്കി. രാത്രി അവിടെ ചെന്നു ദേവിയെ വിളിപ്പിച്ചു. തങ്കം ഇപ്പോൾ വരും, ഒരു സഹോദരൻ പറഞ്ഞു. കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഞാൻ കാത്തുനിന്നു. 2 മണിക്കൂർ ദേവി വന്നില്ല. രാത്രി ഞാൻ കഥ എഴുതി പൂർത്തിയാക്കി. പിറ്റേ ദിവസം കണ്ടു. അപ്പോഴാണ് സംഗതി മനസ്സിലാവുന്നത്. കഥയുടെ പകർപ്പ് ദേവി വെച്ചിരുന്നു. അത് എവിടെയോ അയച്ചു കൊടുത്തു. ആ സാധനം ചെറുകഥയല്ല, അതുപോലത്തത് വിദ്യാർത്ഥി ഫെഡറേഷൻകാരുടെ മത്സരത്തിനും വളരെ വന്നിരുന്നു. ഞാനാണ് നോക്കി സമ്മാനം നിശ്ചയിച്ചത്. പോകട്ടെ, മേലിൽ അനുഭവമില്ലാതെ ഒന്നും എഴുതരുത്. കഥയിൽ പ്രഭുകുമാരി 3 ഉണ്ട്. ഞാൻ ആ വാക്കിനെ പറ്റി പറഞ്ഞു. ദേവി കയർത്തു. ഞാൻ പ്രഭുകുമാരിയാണ്, അതിൽ ആത്മാർത്ഥതയുണ്ട്. ദേവിയുടെ ഒരു ചെറിയ പശ്ചാത്തലം ആ കഥയിലുണ്ട്. തുടക്കത്തിൽ 7ാമത്തെ മകൾ പ്രഭുകുമാരി. ഞാൻ പറഞ്ഞു, ആ കഥ ശുഷ്കമാണ്. എന്നാൽ ഞാൻ ഇനി എഴുതുന്നില്ല. എഴുതണം. എന്നെ അനുകരിക്കരുത്, ആരെയും അനുകരിക്കരുത്. ഞാനാണെങ്കിൽ അനുഭവം വെച്ചുകൊണ്ടാണ് എഴുതുന്നത്. അതുപോലെ എഴുതൂ, സ്വന്തം അനുഭവം വെച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ മുമ്പ് താമസിച്ചിരുന്നിടത്ത് പോയി. ദേവി അപ്പോഴും അവരോട് തർക്കിച്ചു. അറിവില്ലാത്ത വിഷയത്തെ പറ്റിയാണ്. സമാധാനമില്ലാതുള്ള ആ നില എന്നെ വളരെ വിഷമിപ്പിച്ചു. എൻ്റെ ഹൃദയം വിഷയം മാറ്റാനായിട്ട് ഞാൻ ചായയ്ക്ക് അയച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് ചായക്കടയിൽ പാത്രവുമായി പോയി ചായ കൊണ്ടുവന്നു. ഞാൻ തന്നെ ഒരു ഗ്ലാസ്സിലൊഴിച്ച് ദേവിക്ക് കൊടുത്തു. ദേവി അതിൽ പകുതിയും എൻ്റെ ഗ്ലാസ്സിലൊഴിച്ചു. ഇത്രയധികം എനിക്ക് വേണ്ട എന്നും പറഞ്ഞു. ചായ കുടി കഴിഞ്ഞ് എണീറ്റ് ഹിന്ദുസ്ഥാനിയിൽ എന്നോട് യാത്ര ചോദിച്ചു. മൈ ജാത്തി ഹൂം. അച്ചി ബാത്ത് പ്രഭുകുമാരി. ദേവി പോയി. രാത്രി 7-8 മണിവരെ ഞാൻ അവിടെ ഇരുന്നു. ചിരിയും തമാശയും വർത്തമാനവും. അതിനിടയ്ക്ക് എൻ്റെ ചിന്ത ദേവിയെപ്പറ്റിയായിരുന്നു. സരസ്വതി ദേവി. ദേവി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നിൽ അനുരക്തയാണോ? പാവം വളരെ വേദന അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവിയുടെ ശബ്ദം മതിൽക്കെട്ടിനടുത്ത് എന്തോ കവിത ചൊല്ലുന്നു. കഠിനമായ ദുഃഖത്തോടെ, വളരെ ഉറച്ച മൂളിപ്പാട്ട് പോലെ. അത് ഞാൻ കേൾക്കാനാണോ? മൈ ജാത്താ ഹൂം എന്ന് എല്ലാവരോടുമായിട്ട് ഉച്ചത്തിൽ യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. സരസ്വതി ദേവി എന്നിൽ അനുരക്തയാണോ? എന്നെ അനുകരിച്ച് കഥ എഴുതിയത് എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണോ? മറ്റുള്ളവരുടെ കഥകൾ വായിച്ചിട്ടില്ലേ? എങ്കിൽ വായിക്കണം. ഞാൻ 12 പുസ്തകങ്ങൾ വാങ്ങിച്ചു. ഭാവി, പൊന്നുംകുടം, കടാക്ഷം, കാരൂർ കഥകൾ, മൂടുപടത്തിൽ, അന്നത്തെ നാടകം, ഹൃദയനാദം, ദലമർമരം, അപരാധികൾ, ചങ്ങാതികൾ, നീർച്ചാലുകൾ, മണിമാളിക. ഇത്രയും പേരുടെ പുസ്തകങ്ങൾ പായ്ക്ക് ചെയ്തു. മറ്റുമുള്ള ചെറുകഥാ കൃത്തുക്കളുടേത് തിരക്കിയിട്ട് കിട്ടിയില്ല. 12 പുസ്തകങ്ങളിലും ഒന്നും എഴുതാതെ ദേവിക്ക് കോളേജ് മേൽവിലാസത്തിൽ അയച്ചു കൊടുത്തു. വെറും ബുക്ക് പോസ്റ്റായി പിറകെ ഒരു കത്തും. ഭാവി, പോഞ്ഞിക്കര റാഫി. പൊന്നുംകുടം, കെ സരസ്വതി അമ്മ. കടാക്ഷം, ജോസഫ് മുണ്ടശ്ശേരി. കാരൂർ കഥകൾ, കാരൂർ നീലകണ്ഠപിള്ള. മൂടുപടത്തിൽ, ലളിതാംബിക അന്തർജനം. അന്നത്തെ നാടകം, പി കേശവദേവ്. ഹൃദയനാദം, പൊൻകുന്നം വർക്കി. ദലമർമരം, നാഗവള്ളി ലാറസ് കുറുപ്പ്. അപരാധികൾ, സി അച്യുതക്കുറുപ്പ്. ചങ്ങാതികൾ, തകഴി ശിവശങ്കരപിള്ള. നീർച്ചാലുകൾ, പി സി കുട്ടിക്കൃഷ്ണൻ. മണിമാളിക, എസ് കെ പൊറ്റക്കാട്ട്. ഇത്രയും പേരുടെ പുസ്തകങ്ങൾ പായ്ക്ക് ചെയ്തു. മറ്റുള്ള ചെറുകഥാ കൃത്തുക്കളുടേത് തിരക്കിയിട്ട് കിട്ടിയില്ല. 12 പുസ്തകങ്ങളിലും ഒന്നും എഴുതാതെ ദേവിക്ക് കോളേജ് മേൽവിലാസത്തിൽ അയച്ചു കൊടുത്തു. വെറും ബുക്ക് പോസ്റ്റായി പിറകെ ഒരു കത്തും. ഹേ പ്രഭുകുമാരി, ഈ എഴുത്ത് അവിടത്തേക്കല്ല, പ്രിയപ്പെട്ട സരസ്വതി ദേവിക്കാണ്. ദേവി, ഞാൻ ചില പുസ്തകങ്ങൾ അയക്കുന്നു. ചെറുകഥാ സമാഹാരങ്ങൾ. സൗകര്യം പോലെ ഓരോന്നും മനസ്സിരുത്തി വായിക്കുക. മേലിൽ ദേവി എഴുതുമ്പോൾ അനുഭവം വെച്ചുകൊണ്ട് വേണം എഴുതുവാൻ. ഇത് മറക്കരുത്. സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. വേദനാജനകവും അവിസ്മരണീയവുമായ ചില സംഭവങ്ങളിലെ ജീവിതത്തിൽ അതിനെ ഭംഗിയായി ചിത്രീകരിക്കുക. ആവേശത്തോടെ, വികാരത്തിൻ്റെ ചൂട് മാറാതെ. ദേവി, വർത്തമാനത്തിനിടയ്ക്ക് ഞാൻ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വേദനിപ്പിക്കണമെന്നോ ദേവിയെ ദുഃഖിപ്പിക്കണമെന്നോ എനിക്ക് ഉദ്ദേശമില്ല. ഇതെപ്പോഴും ഓർക്കണം. ദേവിയെ കണ്ടപ്പോൾ വളരെ വേദന അനുഭവിച്ച ഒരു സ്ത്രീയാണെന്ന് തോന്നി. അതാണ് വിഷാദമധുരമായ മോഹനകാവ്യം എന്നെനിക്ക് തോന്നാൻ കാരണം. കേട്ടോ ദേവി, വിഷാദം നിറഞ്ഞ മോഹനകാവ്യം എൻ്റേതാണ്. ഞാനൊരു പുതിയ കഥയിൽ ചേർക്കും വിഷാദമധുരമായ മോഹനകാവ്യം. അതിൻ്റെ കോപ്പിറൈറ്റ് എനിക്കാണ്, ഓർത്തോ. ദേവിയെ ആദ്യമായി കണ്ടപ്പോൾ ആ മുഖത്തിന് റോസ് നിറമുള്ള ഈ കടലാസിൻ്റെ നിറമുണ്ടായിരുന്നു. വേറെ വിശേഷമൊന്നുമില്ല ദേവി. പ്രസംഗം അധികം നല്ലതല്ല. വേണ്ടത്ര ശക്തി ദേവിക്കില്ല. അന്ന് കണ്ടപ്പോൾ നെഞ്ചുവേദന എന്നോ മറ്റോ പറഞ്ഞു. ശരീരം നന്നാക്കുക, ആരോഗ്യം വീണ്ടെടുക്കുക.
ശക്തി സംഭരിക്കൂ, ശക്തി. എല്ലാ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട്. ദേവി മറുപടി അയച്ചു. വളരെ ദിവസങ്ങൾ കഴിഞ്ഞാണ്. ഉത്കണ്ഠയോടെ ഞാൻ മറുപടി ദിവസവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ദേവിയുടെ കത്ത് പ്രേമം നിറഞ്ഞ ഹൃദയത്തിൻ്റെ പല തുളുമ്പലുകളും. പ്രഭുകുമാരിക്ക് പണമുണ്ട്. എന്തിന് എനിക്ക് വേണ്ടി പണം ചെലവാക്കുന്നു? ഹേ ദരിദ്ര പ്രഭു, മറ്റുള്ളവർക്ക് വേണ്ടി കണ്ടമാനം പണം ചെലവാക്കാൻ അത്രയ്ക്ക് ധനികനോ? ഞാൻ പണം അയക്കും. പ്രഭുകുമാരിയെ ചക്കത്ത് വായനക്കാരിയാക്കരുത്. ആദ്യത്തെ മകൾ, ഏഴാമത്തെ സന്താനം. അവളെ ചക്കത്ത് വായനക്കാരിയാക്കല്ലേ. എൻ്റെ കത്തുകളെല്ലാം മടക്കി അയക്കണം. എനിക്ക് അങ്ങേ വിശ്വാസമുണ്ട്. വിഷാദമധുരമായ മോഹനകാവ്യത്തിൻ്റെ വിഷാദം നീക്കാൻ ശ്രമിക്കുന്നതിന് പ്രതിഫലം പടച്ചവൻ തരും. അതുപോരെ? പോരെങ്കിൽ അകം വഴിഞ്ഞൊഴുകുന്ന സൗഹാർദ്ദം പോരെ? ദരിദ്രപ്രഭുവിന് ഇതുപോരെ? കുറച്ചു കാലത്തെ പരിചയത്തെ അടിസ്ഥാനപ്പെടുത്തി ഉപയോഗിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് മാപ്പ്. കഥകളെല്ലാം ആത്മാർത്ഥത നിറഞ്ഞതാണെങ്കിൽ മാപ്പ് തരത്തക്ക മനസ്ഥിതി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മേലിൽ എൻ്റെ അഡ്രസ്സ് ഇംഗ്ലീഷിൽ എഴുതി അയക്കണം. ഈ നാട്ടിലുള്ള സ്ത്രീകൾ വിഷങ്ങളാണ്. ഞാൻ ഇക്കൊല്ലം തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം കഷ്ടിത്തലയിൽ കെട്ടിവയ്ക്കും. സാഹിത്യ ലോകത്ത് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ വിദ്യാർത്ഥിനിയുടെ ഗുരുസ്ഥാനം ഏറ്റെടുക്കുമോ? പ്രതിഫലമൊന്നുമില്ല. ദേശിക്കാരിയെങ്കിലും നിഷ്കളങ്കയായ ഈ യുവതിയെ വേദനിപ്പിക്കരുത്. കുടുംബ സംബന്ധമായ ചില കുഴപ്പങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ചില ക്ഷതങ്ങൾ നിർമ്മിച്ചു. മോഹനകാവ്യത്തെ വിഷാദ നിർഭരമാക്കി. വിദ്യാർത്ഥിനിയുടെ ആജ്ഞ അനുസരിക്കുമോ? ഈ ശിഷ്യയുടെ ഗുരുസ്ഥാനം ഏറ്റെടുക്കുമോ? നാടകം എഴുതി തരണം. പ്രേമവും തമാശയും ഉണ്ടായിരിക്കണം. മറുപടി വേഗം അയക്കണേ. സസ്നേഹം, സരസ്വതി ദേവി. സരസ്വതി ദേവിയുടെ ഈ എഴുത്തിൻ്റെ അർത്ഥമെന്ത്? പ്രഭുകുമാരി എന്നിൽ അനുരക്തയാണോ? അതോ എന്നെ കബളിപ്പിക്കുവാൻ പെണ്ണ് ചുമ്മാ എഴുതിയിരിക്കുകയാണോ? ഞാൻ ചെന്നു. ഇടവഴിയിൽ വെച്ച് ദേവിയെ കണ്ടു. നല്ല മഴ ഉണ്ടായിരുന്നു. ദേവിയുടെ കുട ചെറുതായിരുന്നതുകൊണ്ട് ദേവി നനഞ്ഞൊലിച്ചു. അങ്ങനെ മഴയിൽ അരമണിക്കൂർ. പുസ്തകം എന്തിനാണ് അയച്ചത്? പണം തന്നേക്കാം, അല്ലെങ്കിൽ തിരികെ തരാം. പണത്തിന് അയച്ചതല്ല. വായിച്ചിട്ട് കത്തിച്ചു കളഞ്ഞേക്കൂ. തിരികെ തരണ്ട. പിന്നെ ഞാനെന്ത് ചെയ്യും? എല്ലാവരുടേതും വായിക്കൂ. കൂടുതൽ ഇഷ്ടപ്പെട്ട ആളെ ഗുരുവായി സ്വീകരിക്കൂ. എനിക്ക് ഇവിടുത്തെ രീതിയോടാണ് ഇഷ്ടം. നേരോ? പക്ഷേ നാം തമ്മിൽ വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ആ കത്തിൽ എഴുതിയത് വാസ്തവത്തിൽ തോന്നുന്നതാണോ? ഇക്കൊല്ലം പാസ്സാകണം. കുറ്റമൊന്നും എൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കരുത്. ഓ, അതൊക്കെ ഞാൻ ചുമ്മാതെ എഴുതിയതാ. ചുമ്മാതെയാണല്ലേ? എന്നാൽ മറുപടി അയക്കുന്നില്ല. ഞാൻ പോന്നു. പിറ്റേ ദിവസം ദേവി ഗ്രാമഫോൺ റെക്കോർഡിനെ പറ്റി പറഞ്ഞു. അയൽപ്പക്കത്ത് ഒരു വീട്ടിൽ ഗ്രാമഫോൺ ഉണ്ട്. അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് എൻ്റെ കയ്യിലുള്ള പുതിയ റെക്കോർഡുകൾ ഒന്ന് കിട്ടിയാൽ കൊള്ളാം. തനിക്ക് വേണ്ടിയിട്ടല്ല. എങ്കിൽ തരികയില്ല. ദേവിക്ക് വേണമോ? എനിക്ക് വേണ്ട. വേണം. സൗമിനി, ദേവിയുടെ സഹോദരി, മുറ്റത്ത് നിന്ന് പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് ആ യുവതി എൻ്റെ മുഖത്ത് നേരെ നോക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിരുന്ന കാലം അത്രയും അവൾ എന്നെ കണ്ടാൽ തല കുമ്പിട്ട് അഴിഞ്ഞൊഴിഞ്ഞ സമൃദ്ധമായ മുടിയോടെ നടന്നു കളയും. പെട്ടെന്ന് എന്താണ് എന്നോട് ഇത്ര സ്നേഹം? ആട്ടെ സൗമിനി, തരാം. ഞാനിതിൽ ഇടപെടുന്നില്ല കേട്ടോ. ദേവിയുടെ വക. ഞാൻ പറഞ്ഞു കേട്ടല്ലോ. അന്ന് തന്നെ ഗ്രാമഫോൺ റെക്കോർഡുകളെല്ലാം കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടു കൊടുത്തു. അന്ന് 4 മണിക്ക് വേറൊരു രസം. എൻ്റെ മനസ്സിന് കടുകടുത്ത വേദന. ഞാൻ ചീത്തയാണെന്ന് പറഞ്ഞ ആ പന്നാടൻ കഥ ദേവി അയച്ചു കൊടുത്തത് വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ കോൺഫറൻസിലെ ചെറുകഥാ മത്സരത്തിലേക്കാണ്. അവർ അതിന് 1ാം സമ്മാനം കൊടുത്തു. നോക്കൂ, സമ്മാനങ്ങൾ എന്നും പറഞ്ഞ് ദേവി 2-3 പുസ്തകങ്ങൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. നന്നായി. എന്നാലും ആ സാധനത്തിന് ഞാനൊരു വിലയും കാണുന്നില്ല. ശുദ്ധ പന്നാട്. ഇത് കഥയേയല്ല. ഞാൻ പോന്നു. ഇനി ദേവിയെ കാണണ്ട. എഴുത്തുകളെല്ലാം തിരികെ അയക്കാം. പിറ്റേ ദിവസം ഞാൻ വീണ്ടും സ്ഥലം മാറാൻ നിശ്ചയിച്ചു. താമസിച്ചിടത്തു നിന്ന് 1.5 മൈൽ ദൂരെ കാഴ്ച ബംഗ്ലാവിനടുത്ത് 20 രൂപയ്ക്ക് ഒരു ചെറുമാളിക വാടകയ്ക്കെടുത്തു. അന്ന് തന്നെ ചെന്ന് റെക്കോർഡുകൾ തിരികെ വാങ്ങിച്ചു. ദേവി ഇല്ലാത്ത സമയത്ത്. ദേവിയെ കാണാതെ കഴിക്കാനാണ്. ഞാൻ പോന്നു, വല്ലാത്ത ക്ഷോഭത്തോടെ. പ്രേമം, സംശയം, ദേഷ്യം, അനുകമ്പ എല്ലാം കൂടി എന്നിൽ ഇളകി മറിഞ്ഞു. പഴയ ഓർമ്മകളും. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു. ചിന്ത, എപ്പോഴും ചിന്ത. ഞാൻ മറുപടി എഴുതി, വലിച്ചു കീറിക്കളഞ്ഞു. വീണ്ടും എഴുതി, വീണ്ടും കീറിക്കളഞ്ഞു. വേറൊരു വിശേഷം. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് റെക്കോർഡ് പെട്ടിയുടെ പുറത്ത്, ഗ്രാമഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വെളുത്ത പട്ടിയുടെ പുറത്ത് എൻ്റെ പേര്. ആ പട്ടിയെ കരയിച്ചിരിക്കുന്നു. കണ്ണീരിൻ്റെ കുമിളകൾ അടർത്തി വീഴിക്കുന്നു. മഷിക്കൊണ്ട്. കൂടാതെ സാഡ് സ്വീറ്റ് പോയം എന്ന് ഞാൻ രേഖപ്പെടുത്തിയിരുന്ന റെക്കോർഡിൽ സാഡസ്റ്റ് സ്വീറ്റ് പോയം, അതായത് DEST എന്നുകൂടി ചേർത്തിരിക്കുന്നു. തരക്കേടില്ല. പെണ്ണു കൊള്ളാമല്ലോ. അവൾക്ക് നാടകം എഴുതി കൊടുക്കണമല്ലേ? പ്രേമവും തമാശയും വേണം. ഞാൻ ചെന്നു. അയൽപ്പക്കത്തിരുന്ന് വിളിപ്പിച്ചു. വലിയ ഡ്രസ്സൊന്നും ചെയ്യാതെ നിന്നപടി ഓടി വന്നു. വിളിക്കുന്നെന്ന് പറഞ്ഞു.
പോന്നു. എന്താ പുതിയ താമസസ്ഥലം സുഖമാണോ? ഓ, ഒരുമാതിരി സുഖം. ദേവി, ആ റെക്കോർഡ് പെട്ടിയുടെ പുറത്തുള്ള വെളുത്ത പട്ടി എന്ന് പറഞ്ഞപ്പോൾ നറു മന്ദഹാസം തൂക്കി. ഞാനാ എഴുതിയത്. നന്നായി. ഓ, ഞാൻ ഇടപെട്ടതല്ലെങ്കിലും അത് ഇത്ര വേഗം വാങ്ങിച്ചു കൊണ്ടുപോയതെന്താ? ഞങ്ങൾ വല്ല തീവെട്ടി കൊള്ളക്കാരുമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? എന്താ, മുഴുവനും പാടി കേട്ടില്ലേ? ഞങ്ങൾ രാത്രി ഉറങ്ങുന്നവരാണ്. അതെല്ലാം 1-2 രാത്രി കൊണ്ട് തീരുമോ? എന്താ, വേണമോ? ഇനി വേണ്ടപ്പാ. ശരി, നാടകമല്ലേ? അത് വിഷമമാണ്. എന്താ? പെണ്ണുങ്ങളല്ലേ ആക്ട് ചെയ്യാൻ പോണത്. പ്രചോദനം കിട്ടുന്നില്ല. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഭാഗം അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും ജുഗുപ്സാവഹമായ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഭാഗം അഭിനയിക്കുന്നതാണെന്ന്. ഞങ്ങൾ നന്നായി അഭിനയിക്കാം. പക്ഷേ ഞാൻ എഴുതുന്ന നാടകത്തിൽ വിപ്ലവം ഉണ്ടായിരിക്കും. ഞങ്ങൾക്കിഷ്ടമാണ്. നായകൻ കഷണ്ടിയായിരിക്കും. അത് വേണ്ട. കഷണ്ടിക്കാരെ യുവതികൾക്ക് ഇഷ്ടമല്ല. എങ്കിൽ വേണ്ട. ഞാൻ പറയുന്നത് നാടകത്തിലാണ്. ഓ, ഞാൻ പറഞ്ഞു. സന്തോഷം, വളരെ സന്തോഷം. നിശബ്ദത. എന്താ, ഞാൻ സാഹിത്യലോകത്ത് പ്രവേശിക്കണമോ? ഞാൻ ആരോടും ചോദിച്ചുകൊണ്ടല്ല പ്രവേശിച്ചത്. നിശബ്ദത. കുറെ കഴിഞ്ഞ് ദേവി. എന്നെ ആരെങ്കിലും ധൈര്യപ്പെടുത്താനുണ്ടായിരിക്കണം. ഞാൻ നിശബ്ദത പാലിച്ചു. എന്നെ ആരെങ്കിലും ധൈര്യപ്പെടുത്തിയാലേ ഞാൻ എഴുതൂ. എന്താ, ഞാൻ എഴുതണമോ? എൻ്റെ അഭിപ്രായത്തിന് വിലയില്ലെന്നല്ലേ തെളിഞ്ഞത്? ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു. ആ എഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണോ? സത്യമല്ലെങ്കിൽ അതുപോലൊന്നും മേലിൽ എനിക്ക് എഴുതരുത്. എനിക്ക് വളരെ ജോലി തിരക്കുണ്ട്. ചുമ്മാ ഒരു തമാശയ്ക്ക് സമയം കളയാൻ എന്നെ നിർബന്ധിക്കരുത്. അറിഞ്ഞുകൂടെ, ഞാൻ പ്രഭുകുമാരനൊന്നുമല്ല. നിശബ്ദത. ഞാൻ പറഞ്ഞു. വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള പുസ്തകത്തിൻ്റെ കാര്യം എന്നെ കൂടാതെ മറ്റു പലരോടും പറഞ്ഞിരുന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നു. ദേവിക്ക് വളരെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ കൂടെ ഞാനും ഒരുവൻ. ഈ നില എനിക്കിഷ്ടമില്ല. നിശബ്ദത.